എല്ലാവർക്കും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ സ്കാൽപ്പിലുള്ള സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഓവർ പ്രൊഡക്ഷൻ. അത് തലയിൽ സെബം കൂട്ടാനും അത് ഒരു ഓയിലി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. രണ്ടാമതായിട്ട് ഇതുപോലെയുള്ള ഒരു ഓയിലി എൻവയോൺമെന്റ് നമ്മുടെ സ്കാൽപ്പിൽ ക്രിയേറ്റ് ആയാൽ അതിൽ മലേസീസിയ ഗ്ലോബോസ എന്ന് പറയുന്ന ഒരു ഫംഗസ് വളരാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു. ഇത് പിന്നീട് നമ്മുടെ സ്കാൽപ്പിൽ ഇച്ചിങ്, മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ വൈറ്റ് ഫ്ലേക്സ് എന്ന രീതിയിൽ കാണപ്പെടുകയും ഈ ഒരു അവസ്ഥയാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആയുർവേദ ചികിത്സയിൽ ശാസ്ത്രീയമായിട്ട് താരൻ എന്ന് പറയുന്ന അവസ്ഥയിൽ കൊടുക്കുന്ന ഒരു കേരതൈലത്തിനെ കുറിച്ചിട്ടാണ്. ദുർദുരപത്രാദി കേരതൈലം. ദുർദുരം എന്ന് പറയുന്നത് ഉമ്മത്ത്. ഇതിൽ ഉമ്മത്താണ് പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. അതുപോലെ തന്നെ ഉങ്ങ് അടങ്ങിയിട്ടുണ്ട്, വേപ്പില അടങ്ങിയിട്ടുണ്ട്, മഞ്ചട്ടി അടങ്ങിയിട്ടുണ്ട്. ഡ്രഗ്സ് ഒക്കെ കൂടി കേരതൈലം ബേസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ് ദുർദുരപത്രം കേരതൈലം. ഇത് വളരെയധികം നല്ല റിസൾട്ട് താരനുള്ള അവസ്ഥയിൽ, പ്രധാനമായിട്ട് തലയിൽ ഇച്ചിങ്, അതുപോലെ തന്നെ ഫംഗലായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ, സോറിയാസിസ്, സ്കാൽപ്പ് സോറിയാസിസ് പോലെയുള്ള അവസ്ഥകളിൽ, അതുപോലെ തന്നെ ഡാൻഡ്രഫ് കൂടിയിട്ടുള്ള സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥകളിലൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് നൽകാറുണ്ട്. ദുർദുരപത്രാദി കേരതൈലം അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കണ്ടീഷനാണ്, ഇപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ്, അതുപോലെ തന്നെ സ്കാൽപ്പ് സോറിയാസിസ് ആണ്, ഇതുപോലെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു എമൗണ്ട് നമ്മുടെ കൈവെള്ളയിൽ ഒട്ടിച്ചിട്ട് അത് പിന്നീട് വിരൽ തുമ്പുകൾ കൊണ്ട് നമ്മുടെ എഫക്റ്റഡ് ഏരിയയിൽ തേച്ച് പിടിപ്പിക്കുക. അത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറച്ച് ഒരു 20 മിനിറ്റ്സിന് ശേഷം നമുക്ക് നല്ലൊരു ഹെർബൽ ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ്. താരൻ എന്ന് പറയുന്ന അവസ്ഥയിലും ഇതുപോലെ തന്നെ നമുക്ക് ഏത് ഏരിയയിലാണ് കൂടുതലായിട്ട് സ്കെയിൽസും അതുപോലെ തന്നെ ഈ ഫ്ലേക്സും കാണുന്നത്, ഈ രീതിയിലുള്ള ഏരിയയിൽ കൂടുതലായിട്ട് നമുക്ക് തൈലം വിരൽത്തുമ്പ് കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് ആ ഏരിയയിൽ മൈൽഡായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്ത് ഒരു മൈൽഡ് മസാജ് കൂടെ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഏത് കണ്ടീഷനിലാണ് പല തൈലങ്ങളും നമ്മൾ ഓരോ കണ്ടീഷൻ അനുസരിച്ച് മാറ്റി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ദുർദുരപത്രാദി കേരതൈലത്തിൻ്റെ കൂടെ തന്നെ മറ്റ് പല ഓയിൽസും മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്, മാലത്യാദി കേരതൈലം മിക്സ് ചെയ്യാറുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ മുന്നത്തെ വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യിക്കലും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്കാൽപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താൽ കൂടെയാണ് താരൻ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ സാധിക്കുക. ഓക്കെ, ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ടിപ്സിന് ആയുർവേദ് ഫോളോ ചെയ്യുക. താങ്ക് യു.